ടീനേജിൻ്റെ സമയത്ത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എൻ്റെ ഏട്ടനായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു 1.5 വയസ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഞങ്ങൾ തമ്മിലുള്ള എന്താ പറയുക ഒരു ശത്രുത ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു. ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ഇയറ. ഞാൻ ആ സമയത്തൊരു ഹിന്ദി സോങ് അടിത്തും അവനൊരു ക്രിക്കറ്റ് ഫാൻ, ഫുട്ബോൾ ഫാനുമായിരുന്നു. ഞാൻ ആ സമയത്ത് ക്രിക്കറ്റിനെ വെറുത്തതിൻ്റെ അത്ര, ഫുട്ബോളിനെ വെറുത്തതിൻ്റെ അത്ര ഞാൻ ഈ ലോകത്ത് ആ സമയത്ത് ഒന്നും വെറുത്തിട്ടുണ്ടായിരുന്നില്ല. IPL-ലും T20 ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ്? അതൊക്കെ വേഗം കഴിയും. ഈ ടെസ്റ്റ് ആണെങ്കിൽ ഇവരിട്ട് ബോൾ അടിക്കുകയില്ല, ഇതങ്ങോട്ട് തീരെയില്ല. ഞാനിങ്ങനെ വിചാരിക്കും, പടച്ചോനെ ഈ ചങ്ങായി ഇത് എന്ത് കണ്ടിട്ടാണ് കാണുന്നത്. അതേപോലെ ഫുട്ബോൾ, അയ്യോ ഞാനിങ്ങനെ ആലോചിക്കുന്നു. ഒരിക്കലും ഇങ്ങനെ പറയുന്നത്, ഇവർ ഒരു ബോൾ എടുത്തിട്ട് തന്നെ ഈ 10-20 ആൾക്കാർ ഇതിൻ്റെ പുറകെ ഓടുന്നു, ഇവർക്ക് എല്ലാവർക്കും ഓരോ ബോൾ കൊടുത്തുവിടേ. അന്ന് ഞാൻ വിചാരിച്ചു, ശരിയാ, ഒരു ബോളിൻ്റെ പുറകെ എന്തിനാ ഇവരെല്ലാവരും ഇങ്ങനെ ഓടുന്നത്. പിന്നീട് അങ്ങോട്ട് എന്ന് പറയുന്നത് ഒരു അടിയുടെ കാലഘട്ടം. അടി എന്നൊക്കെ പറഞ്ഞാൽ പൊരിഞ്ഞടി, എടുത്ത് ചുമരുമലേക്ക് എറിയുക, മുടി പിടിച്ച് വലിക്കുക, കട്ടിലേക്ക് വലിച്ചെറിയുക, ചവിട്ടിക്കൂട്ടുക. ഞാനും അത്ര പുറകിലൊന്നും ആയിരുന്നില്ല, ഞാൻ നന്നായി മാന്തും. പിന്നെ എൻ്റെ ഒരു മെയിൻ ഐറ്റമായിരുന്നു ഈ കാലും കൊണ്ട് തിരുതിരാ ചവിട്ടുക. അപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് എന്നെ കുറച്ച് ഭയമായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ എല്ലിനൊക്കെ നല്ല ഉറപ്പായതുകൊണ്ട് അതിനും പേടി, ഞാൻ മുട്ടൊക്കെ വെച്ച് നല്ല കുത്തുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല എങ്ങനെ ഞങ്ങളൊക്കെ ജീവനോടെ ബാക്കിയായി. ഉമ്മ എന്നെ ചില സമയത്ത് വിചാരിക്കാറുണ്ട്, പഠിച്ചോനെ ഏത് ദിവസം എനിക്ക് എൻ്റെ ഒരു കുഞ്ഞെനിക്ക് നഷ്ടപ്പെടുന്നത്. അമ്മാതിരി അടിയായിരുന്നു ഞങ്ങൾ ആ ഒരു സമയത്ത്. ഈ ഒരു സന്ദർഭത്തിൽ ഞാനിത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വളർന്നപ്പോൾ ഒരുപാട് മാറിപ്പോയി. ഞാൻ ഇപ്പോൾ വീട്ടിൽ നിൽക്കാൻ വന്നപ്പോഴേ ഞാൻ കിടക്കുന്നവർ വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവൻ്റെ റൂമിലൊക്കെ കിടന്നിരുന്നത്. ഇതെങ്ങാൻ പണ്ടത്തെ ഇക്കാക്കയായിരുന്നെങ്കിൽ ആലോചിക്കാനേ പറ്റുന്നില്ല. ഞാൻ നിമിഷം ഇങ്ങനെ ആലോചിച്ചു, നമ്മളൊക്കെ ഒരുപാട് വളർന്നു പോയി. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ രസമായിരുന്നു.